إنما الدنيا فناء ليس للدنيا ثبوت إنما الدنيا كبيت نسجته العنكبوت. ദുനിയാവ് എന്നുള്ളത് അത് നശിച്ചു പോകാനുള്ളതാണ്. അത് ഏതുപോലെയാണെന്ന് ആ കവി വിവരിക്കുന്നത് അൻകബൂത്ത് ഉണ്ടാക്കിയ വല പോലെയാണ്. അത് നെയ്തുണ്ടാക്കിയ വല പോലെയാണ്. ഖുർആനിൽ പറയുന്നുണ്ട്, സൂറത്തുൽ അൻകബൂത്തിൽ പറയുന്നുണ്ട്, ഏറ്റവും നിസാരമായ വീട് എന്ന് വെച്ചാൽ അത് അൻകബൂത്തിൻ്റെ വീടാണെന്ന് ഖുർആനിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം പലിശയെക്കുറിച്ചാണ്. ഇന്ന് വളരെ വേണ്ട വിധം അതിനെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്നില്ല, പറയുന്നില്ല. ഫിഖ്ഹിനെക്കുറിച്ച് ഇന്ന് ഫിഖ് മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫിഖ്ഹിനെക്കുറിച്ച് ആ ഫിഖിൻ്റെ ചർച്ചകളിലായിട്ട് ആരുമില്ല എന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും. ഇന്ന് പലിശയെക്കുറിച്ച് അപ്പോൾ അതിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ശുബ്ഹാത്തുകൾ, ഖിയാമത്തിനോടനുബന്ധിച്ച് ശുബ്ഹാത്തുകൾ അധികരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഏതാണ് ഹക്ക് ഏതാണ് ബാത്തിൽ, ആകെ അത് രണ്ടിലും എന്താവും കൂടിക്കലരും. ഹറാമ് ഹലാല് എന്നുള്ളതിൽ ആ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതുപോലത്തെ ഒരു വിഷയങ്ങൾ. ഇന്നത്തെ ബാങ്ക് ഇടപാടുകളൊക്കെ പൊതുവെ പലിശയുമായിട്ട് ബന്ധപ്പെടുന്ന ബാങ്ക് ഇടപാടുകളുമൊക്കെ വളരെയധികം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ വേദനാജനകമാണ്. ഇന്ന് ബാങ്കില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു ഘട്ടത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. ഒരു ഗ്യാസ് ആയാലും ഇനി എന്തെടുക്കാനായാലും നമ്മളെ എന്ത് വീട്ടിലെ ഉപകരണങ്ങളായാലും നമ്മുടെ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അതുപോലെ ബാങ്കുമായി അറ്റാച്ച്ഡ് ആണെങ്കിൽ നമുക്ക് വേഗം കിട്ടും. ഇന്ന് സിബിൽ സ്കോറിൻ്റെ കാലമാണ്. എത്രമാത്രം സിബിൽ സ്കോർ ഉണ്ടോ അത്രമാത്രമാണ് നമുക്ക് ഇന്നിവിടെ ജീവിക്കാനുള്ള അർഹത എന്ന് നിർണ്ണയിക്കുന്നൊരു കാലഘട്ടമാണിന്ന്. സിബിൽ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നത് എന്ന് ഒരു ചെറിയതായിട്ട് നമുക്കൊന്ന് പറയാൻ സാധിക്കും. ഇന്ന് സിബിൽ സ്കോർ ഇല്ലെങ്കിൽ കല്യാണം പോലും ആ ഒരു വിഷയത്തിലേക്ക് വരെ സിബിൽ സ്കോർ കയറി വരുന്നുണ്ട് എന്നുള്ളതൊരു കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പറയേണ്ട വിഷയം എന്തെന്ന് വെച്ചാൽ പലിശയാണ്. ഇന്ന് പലിശ എന്നുള്ളത്, അപ്പോൾ അതിനെ തിന്നുന്നവരും അതിന് തീറ്റിക്കുന്നവരും എല്ലാവരും എന്താണ്, അപ്പോൾ അതിലൊക്കെ കുറ്റക്കാരാണ്, നരകത്തിൻ്റെ ആളുകളാണ് അവരൊക്കെ. അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, പലിശ തിന്നുന്നവന് അവന് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പലിശ അത്രമാത്രം വിഷയമാണ്. ഇന്ന് നമുക്കിടയിൽ ഇന്നിപ്പോൾ ഒരു ഫോൺ വാങ്ങാനാണ് അല്ലെങ്കിൽ മറ്റുള്ളതാണെങ്കിൽ പോലും ഇന്ന് ബജാജായിട്ടും അതുപോലെ HDFC ആയിട്ടും മറ്റുള്ള ബാങ്കുമായിട്ടൊക്കെ പലിശ രഹിതത. പക്ഷേ ഇതൊക്കെ നമ്മൾ നയിക്കുന്നത് ബാങ്കുമായിട്ട് ഇടപാടാണ്. ബാങ്കുമായി ഇടപെടുമ്പോൾ തന്നെ അതിൽ പലിശ കലരുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിലുള്ള ബർക്കത്ത് എടുത്തു കളയാൻ, നമ്മുടെ പണത്തിലുള്ള ബർക്കത്ത് എടുത്തു കളയാൻ ബാങ്കിൽ എത്രമാത്രം പണം നിക്ഷേപിച്ചു എത്രമാത്രം ബർക്കത്ത് കുറയും എന്നുള്ളതാണ്. നമ്മുടെ ബർക്കത്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ജീവിതത്തിൽ. അത് ഇന്ന് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളിലും നമ്മൾ ബാങ്കുമായി ഇടപെടുമ്പോൾ നമ്മൾ ബർക്കത്ത് കുറഞ്ഞിരിക്കുക. ബാങ്കുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം ബാങ്ക് കുറയുന്നില്ല, എണ്ണം കൂടുകയാണ്. കാരണം അവരുടെ ലാഭം എന്നുള്ളത് പലിശയാണ്. പലിശ കിട്ടിയാലേ അവർക്ക് നിലനിൽപ്പുള്ളൂ ഓരോ ബാങ്കുകൾക്കും. അപ്പോൾ പലിശ ആകമാനം എല്ലാത്തിലും കൂടിക്കലർന്നു കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ നിലക്കും എന്തായിട്ടുണ്ട്, അതിനൊരു ഇനി പരസ്യപ്പെടുത്താനൊന്നും ഇല്ല. ആ ഒരു കോലത്തിൽ ഇന്ന് പലിശയെക്കുറിച്ച് എല്ലാവരും അജ്ഞരായിരിക്കുകയാണ്. ഇപ്പോൾ ആ പലിശ എന്നുള്ളത് അതിനെക്കുറിച്ച് തീരെ ചിന്തിക്കുന്നില്ല മനുഷ്യർ. എത്രമാത്രം അല്ലാഹുവിൻ്റെ റസൂൽ അതിനെ ഗൗരവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കല്ലോ അതിൻ്റെ ഗൗരവം എത്രമാത്രമാണെന്നുള്ളത്. അപ്പോൾ പലിശ എന്നുള്ളത് ജീവിതത്തിൽ വരികയാണെങ്കിൽ, നമ്മുടെ ബാങ്കുമായി ഇടപെടുകയാണെങ്കിൽ തന്നെ
നമുക്ക് ജീവിതത്തിൽ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നഷ്ടപ്പെടുത്തുമെന്നുള്ളതാണ് കിതാബുകളിൽ. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവുകയില്ല. ബാങ്കുമായി എത്രമാത്രം ഇടപെടുന്നോ അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് പോകും. ഒരു രൂപ പോലും ബാങ്കിലുണ്ടെങ്കിൽ ആ പണത്തിന് ബർക്കത്തില്ല എന്നുള്ളതാണ്. കാരണം ബർക്കത്തില്ലാത്ത പൈസ, അതായത് നമുക്ക് അർഹതയില്ലാത്ത പണം എന്ന് നമ്മൾ കാണലുണ്ടല്ലോ, അർഹതയില്ലാത്ത പണം എത്രയായാലും നമ്മുടെ കൈകളിൽ നിൽക്കുകയില്ല എന്നുള്ളതാണ്. ഇത് അതിനുള്ള ഗൂഗിൾ പേ ആയാലും ഫോൺ പേ ആയാലും മറ്റുള്ള ഉപകരണങ്ങളൊക്കെ അതിനുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? ഇതൊക്കെ നമ്മളതാകുന്നത് എന്താണ്? ആ പലിശയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ പലിശയുമായി എത്രമായി ബന്ധപ്പെടുന്നുവോ അത്രമാത്രം അള്ളാഹുവിൽ നിന്ന് അവൻ അകലുകയാണെന്നുള്ളതാണ്. ഖിയാമത്ത് നാൾ അടുക്കും തോറും അള്ളാഹ് എന്നുള്ളൊരു വിളി പേര് പോലും ഇല്ലാത്തൊരവസ്ഥ വരും. കാരണം അള്ളാഹുവിനെ പറയാൻ പോലും ആ ഇസ്ലാമികപരമായിട്ട് ജീവിക്കാൻ പോലും മടിക്കുന്നൊരു കാലഘട്ടം വരുന്ന ആ ഒരു സമയത്താണ് നമ്മൾക്ക് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പലിശ. ഈ പലിശയെക്കുറിച്ച് ഇന്ന് അറിയാത്ത കോലത്തിലാണ് ജനങ്ങളൊക്കെ ഇന്ന് ഇടപെടുന്നത്. ബാങ്കുമായി എത്രമാത്രം ഇടപെടുന്നു? കാരണം ബാങ്ക് നിലനിൽക്കുന്ന തന്നെ ബാങ്കിൻ്റെ ഓരോ കാര്യങ്ങളും ഫാനായാലും അതിൻ്റെ എല്ലാ കാര്യങ്ങളായാലും ഇന്ന് നിലനിൽക്കുന്നത് ആ പലിശയുടെ ആ പണത്തിലാണ്. പലിശ കൊണ്ടാണ് ഈ ബാങ്കുകളൊക്കെ നിലനിൽക്കുന്നുള്ളൂ. കാരണം ബാങ്കുമായി എത്രമാത്രം നമ്മൾ ഇടപെടുന്നുവോ അത്രമാത്രം നമ്മൾ ഇന്ന് ബർക്കത്ത് എടുത്ത് കളയും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് സന്തോഷം എടുത്ത് കളയും. നമ്മുടെ ജീവിതത്തിലുള്ളൊരു സമാധാനം അല്ലാഹു തആല എടുത്ത് കളയും. സമാധാനം എന്നുള്ള സംഗതി ഇല്ല. അല്ലാഹു സുബ്ഹാനഹു തആല തന്നിട്ടേ ഇല്ല സമാധാനം എന്നുള്ള സംഗതി. കാരണം ഹിക്മ എന്ന കിതാബിൽ കാണാം സമാധാനത്തെ ചോദിക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം ദുനിയാവ് എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്കത് എന്താണ്? ദുനിയ സിജ്നുൽ മുഅ്മിന. ദുനിയാവ് എന്നുള്ളത് മുഅ്മിനീങ്ങൾക്ക് ജയിലാണ്, കാഫിരീങ്ങൾക്ക് അത് സ്വർഗവുമാണെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത്രമാത്രം പലിശയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ നമ്മൾ ഇന്നിപ്പം ബജാജ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മെയിൻ പലിശരഹിതം എന്ന് പറയുമ്പോൾ, അതുപോലെ HDFC ഇതൊക്കെ പലിശയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് വേഗം ചാടുകയാണ്. ഇതിൻ്റെ കാര്യത്തിൽ ഇവർക്ക് അത്ര കൊടുത്താൽ മതി, ആ പണം തന്നെ എന്താണ് ഹറാമിലേക്കാണെന്ന് പോകുന്നത്. അപ്പോൾ ഈ ബാങ്കുമായി ഇടപെടുന്ന കാലത്തോളം നമ്മൾ എത്രമാത്രം ഹറാമുമായി ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ബാങ്കിൽ ഇടപെടുന്നതോ അത്രമാത്രം നമ്മളെ ഹറാമിനെ നമ്മുടെ വീട്ടിൽ നമ്മൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിന് അടവായാലും എന്തായാലും നമ്മുടെ എന്ത് സംഗതികളായാലും നമ്മൾ ബാങ്കുമായി ബന്ധപ്പെടുന്നുവോ നമുക്ക് അതിൽ ബർക്കത്തുണ്ടാവില്ല. ഇന്ന് എല്ലാത്തിനും ബാങ്ക് വേണ്ടേ എന്ന് ചില ആളുകൾക്കുള്ളതാണ്. ബാങ്ക് വേണ്ടേ, ബാങ്കില്ലാതെ എങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കും? ഇന്ന് ബാങ്കില്ലാതൊക്കെ ജീവിക്കാൻ കഴിയും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് മാറി ചിന്തിച്ചാൽ മാറ്റം സൃഷ്ടിക്കാം എന്നാണല്ലോ ചില പാർട്ടികളുടെയൊക്കെ വർത്തമാനം. അപ്പോൾ നമ്മൾ ഒന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റം വരുത്താൻ നമുക്ക് കഴിയും. എത്രമാത്രം എന്ന് വെച്ചാൽ അത് ഇന്ന് അതിൽ നിന്ന് എങ്ങനെ ഒഴിവാകാൻ സാധിക്കുന്നുവോ അത്രത്തോളം അത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ബർക്കത്ത് കൊണ്ടുവരും. കാരണം ബാങ്കുമായി എത്രമാത്രം ഇടപെടുന്നുവോ അത് അത്രമാത്രം നമ്മൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിന് ഓർമ്മയില്ലാതായിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല. ആ പണത്തിന് നമുക്ക് അർഹത ഉണ്ടാവുകയില്ല. ആ പണത്തിന് നമ്മൾ എത്ര കൈകളിൽ വന്നാലും അതിന് എന്തിൻ്റെ അർഹതയില്ലാത്ത പണം നമ്മുടെ കൈകളിൽ നിൽക്കില്ല എന്നാണല്ലോ. അതിന് ബർക്കത്ത് ഉണ്ടാവില്ല. നമുക്കൊരു കട്ട് കിട്ടിയ ഒരു പണമാണെങ്കിൽ 100 രൂപ നമുക്ക് വീണ് കിട്ടിയതാണെങ്കിൽ ആ പണത്തിന് ബർക്കത്ത് ഉണ്ടാവില്ല. കാരണം അർഹതയില്ലാത്ത പണമില്ലേ, അർഹതയില്ലാത്തതിന് നമ്മളിലേക്ക് ബർക്കത്ത് അല്ലാഹു തആല കൊണ്ടുവരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണാനെല്ലാം ശ്രമിക്കണം. കഴിയുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ കഴിവതും ഞാൻ പറയുകയാണ്, ബാങ്കുമായി ഇടപെടുന്നത് പരമാവധി ഒഴിവാക്കണം. ഇതുപോലെ ഓരോ തട്ടിപ്പുകളിൽ നിന്നും, അതുപോലെ ബജാജ്, അതുപോലെ HDFC ഇതൊക്കെ നമ്മളിലേക്ക് നയിക്കുന്നത്, ഇതൊക്കെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ബാങ്കുമായി പരമാവധി ഇടപെടാനാണ്. മുസ്ലിങ്ങളെ പരമാവധി ബാങ്കുമായിട്ട് ബന്ധപ്പെടുത്താനാണ് എന്നുള്ളതാണ്. കാരണം ബാങ്കുമായി ബന്ധപ്പെടുമ്പോഴേ അവർക്കുള്ള കാര്യങ്ങൾ കിട്ടുള്ളൂ. കാരണം മുസ്ലിങ്ങൾ അത്രമാത്രം ഇറങ്ങുന്നുവോ അത്രമാത്രമേ അവർക്കുള്ള കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നന്മ മനസ്സിലാക്കുവാനും അതിൻ്റെ ആളുകളായൊക്കെ പ്രവർത്തിക്കാനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നല്ലൊരു ദിവസം നിങ്ങൾക്കും. അസ്സലാമു അലൈക്കും.